ടോക്സിക് പീപ്പിൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലായിടത്തും കാണാൻ പറ്റും ട്ടോ ഇത്തരത്തിലുള്ള ആൾക്കാരെ. നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാരായിരിക്കും ഈ പറയുന്ന ടോക്സിക് പീപ്പിൾ എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരാളെ കാണുമ്പോൾ ഇവരാദ്യം പറയുന്നത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഭയങ്കര തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഇവർ പറയുക, അയ്യോ എന്തൊരു തടിയാ വെച്ചിരിക്കുന്നത്, എന്തെങ്കിലും അസുഖം ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്തേക്കൂട്ടോ എന്നായിരിക്കും പറയുക. ഇനി ഇതേ സമയം മെലിഞ്ഞിരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും മെലിഞ്ഞല്ലോ, എന്തെങ്കിലും കുറവുണ്ടാവും ശരീരത്തിൽ, ഡോക്ടറെ കണ്ടോ എന്ന് ചോദിക്കും. ഇത് ഇവരുടെ ഒരു കഴിവാണ്. ഒരാളെ കാണുമ്പോൾ എന്താണ് അവർക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റുന്നത് എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അവർ അത് തന്നെയാണ് ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത്, അത് നമുക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു കാര്യം ഒരാൾക്ക് കൊടുക്കുകയാണ്, ഒരു സാധനം കേട്ടോ, ഒരു എന്തെങ്കിലും ആവട്ടെ, ഒരു പെന്നോ പെൻസിലോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അയാളത് വാങ്ങിക്കുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ സാധനം ആരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്? നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് ഒരു വാക്ക് ഒരാൾക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ആ കാര്യം അയാൾ സ്വീകരിക്കുന്നില്ല, അയാൾ അതിന് ഭയങ്കര സിമ്പിളായിട്ട് അയാൾ അത് എടുക്കാത്ത രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വാക്കിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ് വന്ന് നിൽക്കുക, ഒരിക്കലും അത് അയാളിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ടോക്സിക് പീപ്പിൾ നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്ന സമയങ്ങളിൽ അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മൈലായിരിക്കും. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കില്ല. നമ്മുടെ നെഗറ്റീവിലാണല്ലേ അവരെപ്പോഴും ഇങ്ങനെ കയറി പിടിക്കുക. അങ്ങനെ നെഗറ്റീവിൽ കയറി പിടിക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ ഇതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിലാണ് അവരുടെ മുമ്പിൽ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മളെ ബാധിക്കുന്നതിനേക്കാൾ 4 മടങ്ങ് കൂടുതലായിരിക്കും അവരെ അത് ബാധിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അവൾക്ക് എന്താ ഒന്നും തോന്നാഞ്ഞത് എന്നായിരിക്കും അയാൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ടോക്സിക് പീപ്പിൾസിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്മൈലാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യണേ. ഒരാൾ വേറൊരാൾ പറയുന്ന ഒരു കാര്യം അത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ മദറിൻ്റെയോ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ നിങ്ങളോട് വഴക്കിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് അല്ലേ? നമ്മൾ ഭയങ്കര ഉറക്കെയായിരിക്കും ദേഷ്യപ്പെടുക. എന്താ അങ്ങനെ പറഞ്ഞു, എന്തിനാ അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര കാമായിട്ട് ആരും ദേഷ്യപ്പെടാറില്ല. അതെന്തുകൊണ്ടാണ്? ഭയങ്കര ദൂരെയാണോ അയാൾ നിൽക്കുന്നത്? ഒരിക്കലും അല്ല. പക്ഷെ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര മാക്സിമത്തിലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ അത്രയും നമ്മുടെ എനർജി അതിന് കൊടുക്കുന്നുണ്ട്, ഈ ദേഷ്യപ്പെടുക എന്ന് പറയുന്ന കാര്യത്തിന് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇത്തരത്തിലുള്ള ആൾക്കാരെ, ടോക്സിക് പീപ്പിൾസിന് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയാണ് നമ്മൾ ലോസാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നത്? ഒരു കാര്യമില്ല അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴാണോ വീക്കാവുന്നത് അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ടോക്സിക് പീപ്പിളിന് എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ടോക്സിക് പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഷ്യം മാക്സിമത്തിലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു സ്ട്രോങ്ങർ പേഴ്സൺ ആണ് എന്ന് മറ്റുള്ള ഒരാൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അയാളുടെ മുമ്പിൽ, അയാൾ പറയുന്ന വാക്കുകൾക്ക് മുമ്പിൽ സൈലൻ്റ് ആയിട്ട് സ്മൈൽ ചെയ്തിട്ട് മിണ്ടാതിരിക്കുക. അവർ വിചാരിച്ചോട്ടെ. നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ കല്യാണമൊന്നും ആവാത്തൊരു വ്യക്തി എടുത്ത് പറഞ്ഞു, കല്യാണമൊന്നും ആയില്ല അല്ലേ, ജോലിയൊന്നും ഇല്ലാത്തവരാണ്, എന്ത് ജോലിയൊന്നും ആയില്ലേ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മാനസിക സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് കേട്ടിട്ട് നമ്മുടെ മുഖം ഒന്ന് വാടുമ്പോൾ അവർ വിജയിച്ചു. പക്ഷേ അതിന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തോൽക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മൾ തോൽക്കാനാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ഒരിക്കലും അല്ല. ബി എ സ്ട്രോങ് പേഴ്സൺ. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ജയിച്ചു എന്നതാണ് അതിനർത്ഥം.
അത് മാത്രമല്ല, അവരുടെ വാക്കുകൾ നിങ്ങൾ ഇൻടേക്ക് എടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാമായിട്ട് ഇരിക്കാൻ പറ്റും, സ്മൈൽ ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കൂ. ദേഷ്യപ്പെടുന്ന ആ മൊമെൻറ്റിൽ അയാൾ ഒന്നും കേൾക്കില്ല. അയാളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ ഇരിക്കുള്ളൂ. അയാൾക്ക് കേൾവി ശക്തി എന്ന് പറയുന്നതും കാഴ്ചശക്തി എന്ന് പറയുന്നതും ഒട്ടും തന്നെ ഉണ്ടാവില്ല. അയാളുടെ വായ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അത് എപ്പോഴും മനസ്സിൽ വെക്കുക. അത്തരത്തിലുള്ള ആൾക്കാരോട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, നിങ്ങൾ വേറൊരു രീതിയിലാണ് പറയേണ്ടത് എന്ന് പറയുന്നത് വെറുതെയാണ്. പക്ഷെ ഈവൻ നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ കൂടിയും നിങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക, ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബി സൈലൻറ്റ്, ബി സ്ട്രോങ്. ഓക്കെ.